അധ്യായം 72. അൽ ജിന്ന്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 28. അൽ ജിന്ന് എന്നത് അധ്യായത്തിന്റെ പേരും പ്രമേയ വിഷയവുമാണ്. ഇതിൽ ജിന്നുകൾ ഖുർആൻ കേട്ട് തങ്ങളുടെ സമൂഹത്തിൽ അത് പ്രബോധനം ചെയ്ത സംഭവം വിശദീകരിച്ചിരിക്കുന്നു. ജിന്ന് സമൂഹത്തിന്റെ വിശദാംശങ്ങൾ അഭൗതിക കാര്യമായതിനാൽ മനുഷ്യർക്കറിയുകയില്ല. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതീർണമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയുക, ജിന്നുകളിൽ കുറെ പേർ ഖുർആൻ കേട്ടുവന്ന് എനിക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു, വിസ്മയകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് നേർവഴിയിലേക്ക് നയിക്കുന്നു. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ ആരെയും പങ്കുചേർക്കുകയില്ല. നമ്മുടെ നാഥന്റെ മഹത്വം അത്യുന്നതമത്രേ. അവൻ സഖിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരം കെട്ടവർ അല്ലാഹുവെക്കുറിച്ച് കള്ളം പറയാറുണ്ടായിരുന്നു. മനുഷ്യരും ജിന്നുകളും അല്ലാഹുവെക്കുറിച്ച് ഒരിക്കലും കള്ളം പറയില്ലെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. മനുഷ്യരിൽ ചിലർ ജിന്നുകളിൽ ചിലരോട് ശരണം തേടാറുണ്ടായിരുന്നു. അതവരിൽ അഹങ്കാരം വളർത്തി. അല്ലാഹു ആരെയും പ്രവാചകനായി നിയോഗിക്കില്ലെന്ന് നിങ്ങൾ കരുതിയപോലെ അവരും കരുതിയിരുന്നു. ഞങ്ങൾ ആകാശത്തെ തൊട്ടുനോക്കി. അപ്പോഴത് കരുത്തരായ കാവൽക്കാരാലും തീജ്വാലകളാലും നിറഞ്ഞു നിൽക്കുന്നതായി ഞങ്ങൾക്കനുഭവപ്പെട്ടു. ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ മുമ്പ് ഞങ്ങൾ കേൾക്കാൻ ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും കട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ കാത്തിരിക്കുന്ന തീജ്വാലയെ അവന് നേരിടേണ്ടി വരും. ഭൂമിയിലുള്ളവർക്ക് നാശം വരുത്താനാണോ ഉദ്ദേശിച്ചത്? അതല്ല, അവരുടെ നാഥൻ അവരെ നേർവഴിയിലാക്കാനാണോ ഇച്ഛിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോ, ഞങ്ങളിൽ സച്ചരിതരുണ്ട്, അല്ലാത്തവരും ഞങ്ങളിലുണ്ട്. ഞങ്ങൾ ഭിന്നമാർഗക്കാരാണ്. ഭൂമിയിൽ വച്ച് അല്ലാഹുവെ പരാജയപ്പെടുത്താനോ ഓടിപ്പോയി അവനെ തോൽപ്പിക്കാനോ സാധ്യമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സന്മാർഗം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. തന്റെ നാഥനിൽ വിശ്വസിക്കുന്നവനാരോ അവന് ഒരുവിധ നഷ്ടമോ പീഡനമോ ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളിൽ വഴിപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, വഴിവിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ആർ കീഴ്പ്പെട്ട് ജീവിക്കുന്നുവോ അവർ നേർവഴി ഉറപ്പാക്കിയിരിക്കുന്നു. വഴിവിട്ട് ജീവിക്കുന്നവരോ അവർ നരകത്തീയിലെ വിറകായിത്തീരും. അവർ നേർവഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാം അവർക്ക് കുടിക്കാൻ ധാരാളമായി വെള്ളം നൽകും. അതിലൂടെ നാം അവരെ പരീക്ഷിക്കാനാണത്. തന്റെ നാഥന്റെ ഉദ്ബോധനത്തെ നിരാകരിച്ച് ജീവിക്കുന്നവരെ അവൻ അതികഠിന ശിക്ഷയിലകപ്പെടുത്തും. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അതിനാൽ അല്ലാഹുവോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ദേവദാസൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റു നിന്നപ്പോൾ സത്യനിഷേധികൾ അയാൾക്കു ചുറ്റും തടിച്ചുകൂടുമാറായി. പറയുക, ഞാൻ എന്റെ നാഥനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, ആരെയും അവന്റെ പങ്കാളിയാക്കുകയില്ല. പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുത്താൻ എനിക്കാവില്ല. പറയുക, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. അവനല്ലാതെ ഒരഭയസ്ഥാനവും ഞാൻ കാണുന്നില്ല. അല്ലാഹുവിൽ നിന്നുള്ള വിധികളും അവന്റെ സന്ദേശവും എത്തിക്കുക എന്നതല്ലാതെ ഒരു ദൗത്യവും എനിക്കില്ല. ആർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നുവോ തീർച്ചയായും അവനുള്ളത് നരകത്തീയാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. ഈ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയ കാര്യം നേരിൽ കാണുമ്പോൾ അവർക്ക് ബോധ്യമാകും. ആരുടെ സഹായിയാണ് ദുർബലനെന്നും ആരുടെ സംഘമാണ് എണ്ണത്തിൽ കുറവെന്നും. പറയുക,
നിങ്ങൾക്ക് താക്കീതു നൽകപ്പെട്ട ശിക്ഷ ആസന്നമാണോ? അതല്ല. എന്റെ നാഥൻ അതിന് നീണ്ട അവധി നിശ്ചയിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അവൻ അഭൗതിക കാര്യം അറിയുന്നവനാണ്. എന്നാൽ അവൻ തന്റെ അഭൗതിക കാര്യങ്ങൾ ആർക്കും വെളിവാക്കി കൊടുക്കുകയില്ല. അവൻ തൃപ്തിപ്പെട്ട് അംഗീകരിച്ച ദൂതനൊഴികെ അദ്ദേഹത്തിന്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുന്നു. അവർ തങ്ങളുടെ നാഥന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിയാനാണിത്. അവരുടെ വശമുള്ളതിനെപ്പറ്റി അവന് നന്നായി അറിയാം. എല്ലാ വസ്തുക്കളുടെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു.